ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഒരു പട്ടുപാവാടയുടെ ബ്ലൗസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക, കട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. തുണി രണ്ടായിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത് കേട്ടോ. ബാക്ക് പീസ് ഞാൻ സിബാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കട്ടിങ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട് പീസിൽ നമുക്ക് ആദ്യം മാർക്ക് ചെയ്യാം. ഷോൾഡർ വന്നിട്ട് 13 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് 6.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. ആറര ഇഞ്ച് താഴത്തേക്കും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ചെസ്റ്റ് അളവ് 26 ഇഞ്ചാണ്. അപ്പോൾ 6.5 വരിക. 1 ഇഞ്ച് നമ്മൾ ലൂസ് കൂട്ടിയിട്ട് 7.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ആം ഹോൾ വരച്ചെടുക്കാം. ചെറിയ കുട്ടികളായ കാരണം ചെറിയൊരു കർവ് മതി. ഒരു 1.25 ഇഞ്ച് ഞാനിവിടെ എടുക്കുന്നുള്ളൂ. മുകളിൽ നമ്മൾ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കർവ് ചെയ്ത് വരയ്ക്കാം. ഷോൾഡർ അളന്ന് നോക്കാം. ഷോൾഡർ അല്ല, ആം ഹോൾ അളന്ന് നോക്കാം. 6.5 ഇഞ്ചാണ് വേണ്ടത്. നമുക്കിവിടെ 6.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റാണ് അടയാളപ്പെടുത്തുന്നത്. വേസ്റ്റ് വന്നിട്ട് 11.5 ഇഞ്ചാണ്. 11.5 ഇഞ്ചിൽ നമ്മുടെ വേസ്റ്റ് വണ്ണം 24 അപ്പോൾ ഞാൻ 6 ഇഞ്ച്, ഇത് ചെസ്റ്റ് അളവും വേസ്റ്റ് അളവും ഒക്കെ നമ്മൾ 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 24ൻ്റെ 4 ഭാഗം, അപ്പോൾ 6 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തുന്നത്. 1.5 ഇഞ്ച് ഇവിടെ നമ്മൾ സീം അലവൻസും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 14.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ചേർത്ത് 15.5 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ ലെങ്ത്തിൻ്റെ ഇവിടുത്തെ ഈ റൗണ്ട് എന്ന് പറയുന്നത് 27 ഇഞ്ചാണ് വരുന്നത്. ഞാനിവിടെ ഒരു 7 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 6.25 മതി, എന്നാലും കുറച്ച് ലൂസായിട്ട് കിടന്നോട്ടെ. ഇനി പാവാടയൊക്കെ വരുമ്പോൾ നമുക്ക് ഇടാനുള്ളതല്ലേ. ഈ ഭാഗം ഞാൻ 1 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിത് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. ഇനി നമ്മൾക്ക് സ്ലിറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 3 ഇഞ്ചിൽ നമുക്ക് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് സ്ലിറ്റ് ഇട്ട് കൊടുക്കാം. ചുരിദാറിന് സ്ലിറ്റ് ഇടുന്ന പോലെ തന്നെ സ്ലിറ്റ് ഇട്ടിട്ടും കൊടുക്കാം. ഇത് ഞാൻ റൗണ്ട് മൊത്തം അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനൊരു 2 ഇഞ്ചിൽ ഒരു പട്ട അടിഭാഗത്ത് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് ആം ഹോളും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഒരു 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ കട്ടിങ് വരുമ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണ്ട. ഒരു സ്വല്പം ഒരു 1/4 ഇഞ്ച് താഴത്തേക്ക് ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്ക് അടയാളപ്പെടുത്താം. 2.5 ഇഞ്ചാണ് ഞാൻ അത് മാർക്ക് ചെയ്യുന്നത്. നെക്ക് വിഡ്ത്ത് താഴത്തേക്ക് ഫ്രണ്ട് നെക്ക് 5 ഇഞ്ചാണ് എടുക്കുന്നത്. 4.5 ഇഞ്ച് അല്ലെങ്കിൽ 5 ഇഞ്ച് നമുക്ക് കൊടുക്കാം. 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് നമുക്കിതൊരു ബോക്സ് പോലെ വരച്ചെടുക്കാം.
ഇതിൽ ഇതാ ഇങ്ങോട്ട് 1 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തിയിട്ട് ഈ മൂലയിലേക്ക് ഞാനിങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ഇതത് ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കർവ് ചെയ്ത് വരച്ചിട്ടാണ് ഞാൻ ഇതാണ് നെക്ക് എടുക്കുന്നത്, ഫ്രണ്ട്. ഇനി നമ്മൾ ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. അതിനായിട്ട് ഇതാ തുണി ഇതാ ഇങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിവിടെ നിന്നൊരു ലൈൻ വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തത് ഇതാ ഈ ലൈനിൻ്റെ ഇപ്പുറത്താണ് വയ്ക്കുന്നത്. ഇങ്ങനെ വെച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസ് കട്ട് ചെയ്തപ്പോൾ ഫ്രണ്ട് ആം ഹോളല്ല കട്ട് ചെയ്തിരിക്കുന്ന, ബാക്ക് ആം ഹോളാണ്. ഇത് മാർക്ക് ചെയ്തതിന് ശേഷമാണ് ഫ്രണ്ട് ആം ഹോള് കുഴിച്ചു വെട്ടുന്നത് കേട്ടോ. ഇവിടെ 1/2 ഇഞ്ച് നമ്മൾ സ്ലോപ്പ് ചെയ്തിട്ടായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്യാം. ഇനി ഇവിടെ ഈ നെക്കിൻ്റെ ഇവിടെ മാർക്ക് ചെയ്ത് നിർത്തുക. അടുത്തത് നമ്മൾ ബാക്ക് നെക്കാണ് കട്ട് ചെയ്യുന്നത്. 3.5 ഇഞ്ചാണ് ഇറക്കം കൊടുക്കുന്നത്. 2.5 ഇഞ്ചിൽ ഇതൊരു ബോക്സ് പോലെ വരച്ചെടുക്കുക. ബാക്ക് റൗണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ 1 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് ഇട്ടിരിക്കുന്നത് ബാക്ക് ഞാൻ ഇൻവിസിബിൾ സിബാണ് കൊടുക്കുന്നത്, അത് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിങ്ങനെ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എക്സ്ട്രാ പീസ് വെച്ചിട്ട് അടിക്കേണ്ടി വരും. അതിലും എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി 1 ഇഞ്ച് നീക്കി ഇട്ടെടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് നല്ല തുണിയിൽ വെച്ചിട്ട് ഇതേ അളവിൽ കട്ട് ചെയ്തെടുക്കാം. ആം ഹോള് ഇപ്പോഴാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അത് മെയിൻ ക്ലോത്തിൽ വെക്കുമ്പോഴാണ് ആം ഹോള് കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിതിൽ പഫ് സ്ലീവ് ആണ് കൊടുക്കുന്നത്. സ്ലീവ് കട്ട് ചെയ്യുന്നത് നമ്മുടെ ചാനലിലുണ്ട്, അപ്പോൾ അത് സംശയമുള്ളവരത് നോക്കിയാൽ മതി. ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷനാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതാ നല്ല വശം നിവർത്തിയിട്ട് കൊടുത്തിട്ട് നമ്മുടെ ലൈനിങ് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന വശം ഉള്ളിലേക്ക് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മൾ നെക്ക് പോർഷനാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇത് കറക്റ്റ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സെൻറ്റർ പോർഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അവിടേക്കാണ് അടിച്ച് നിർത്തേണ്ടത്. ഇതാ ആ പോയിന്റിൽ കറക്റ്റ് നിർത്തി ഇനി മെല്ലെ ഇങ്ങോട്ട് തിരിച്ചിട്ട് ഇതേ ഷേപ്പിൽ തന്നെയാണ് നമ്മൾ അടിച്ച് വരേണ്ടത് കേട്ടോ. ഇനി നമ്മൾക്ക് ഇതാ ഈ നമ്മളിങ്ങനെ കുത്തി നിർത്തി അടിച്ചിട്ടുള്ള ഈ ഭാഗങ്ങളുണ്ടല്ലോ, അതെല്ലാം ഒന്ന് ആ ഭാഗത്തൊക്കെ ഒരു കട്ടിട്ട് കൊടുക്കാം. അതുപോലെ ഇവിടെയും കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ആ നെക്കിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ സാരിയുടെ ഇതാണ്, നല്ല കട്ടിയുള്ള തുണി ആയതുകൊണ്ടാണ് ക്യാൻവാസ് വയ്ക്കാത്തത് കേട്ടോ.
അല്ലെങ്കിൽ ക്യാൻവാസ് വെച്ച് തയ്ച്ചാൽ നല്ല ഷേപ്പിൽ നമ്മുടെ നെക്ക് കിട്ടും. ഇതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം കൈ കൊണ്ടൊന്ന് മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് മറിച്ചെടുക്കാം. ഇതേ ഷേപ്പ് തന്നെ വരാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മറിച്ചെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നമുക്കത് എടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മുടെ നെക്ക് പോർഷൻസ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ എല്ലാ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ നെക്ക് ഭാഗം ഒന്ന് പതിച്ചടിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ. നെക്കൊന്ന് പതിച്ചടിക്കുക. എല്ലാ ഭാഗവും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട് പോർഷൻ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്ക് പോർഷനും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് പോർഷനും നമ്മളിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ സ്ലീവിൻ്റെ ഭാഗം നമ്മൾ അടിക്കില്ല, കാരണം ഫ്രണ്ട് പോർഷൻ വെച്ച് മറിച്ചടിക്കാനുള്ളത്. അപ്പോൾ ഇവിടം തൊട്ട് വീണ്ടും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ 1 ഇഞ്ച് അധികം ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 1 ഇഞ്ച് അതിൽ ഒരു 2 ഇഞ്ചോളം നമ്മൾ താഴത്തേക്ക് ജോയിൻ ചെയ്ത് അടിക്കുകയാണ്. 2 ഇഞ്ച് കേട്ടോ. ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് വേണം അടിക്കാനായിട്ട്. ഇത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അടിക്കാം, പക്ഷേ നേരം നെക്ക് വരുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് ആവില്ലാണ്ടൊക്കെ വരും ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെയും ഒരു ഡബിൾ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങോട്ട് അടിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ഇവിടെ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം. എത്ര മടക്കണം എന്നുള്ളത് എല്ലാ സൈഡും ഒരുപോലെ വരാൻ വേണ്ടിയിട്ടാണ്, 1 ഇഞ്ച് തന്നെ വരാൻ വേണ്ടിയിട്ടാണ് ഒരു മാർക്കിംഗ് കൊടുക്കുക. ഇനി നമുക്കിത് സെൻറ്റർ പോർഷൻ കട്ട് ചെയ്യാം. നമ്മളിവിടെയാണ് സിബ് വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇൻവിസിബിൾ സിബാണ് നമ്മളിതിൽ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് സിബ് വയ്ക്കാം. ഈ കട്ട് ചെയ്തിരിക്കുന്ന വശങ്ങൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ എടുക്കാം നമുക്ക്. ഇതിപ്പോൾ 1 ഇഞ്ച് വീതമുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ 2 സൈഡും 1/2 ഇഞ്ച് വീതം ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. 2 സൈഡും 1/2 ഇഞ്ച് വീതം മടക്കി അടിച്ചു കൊടുക്കാം താഴ്വശം വരെ. ഇൻവിസിബിൾ സിബ് എങ്ങനെയാണ് നമ്മൾ തയ്ച്ച് വെച്ചിരിക്കുന്ന മെറ്റീരിയലിലേക്ക് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴി എന്ന് പറയുന്നത്, നമുക്ക് 2-3 രീതികളുണ്ട്. ഇത് ക്യാൻവാസ് വെച്ച് ചെയ്യുന്നവരുണ്ട്, വേറെ പീസ് വെച്ച് അടിച്ചിട്ട് ചെയ്യുന്നവരുണ്ട്, ഇതൊക്കെയുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക് ലെങ്ത്ത് എത്രയാണോ വരുന്നത് അതിനോട് 1 ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് വേണം നമ്മളിവിടെ ഈ സിബ് വെക്കുമ്പോൾ നമ്മൾ തുണി എടുക്കാനായിട്ട്. 1 ഇഞ്ച് അധികം വയ്ക്കുക. എന്നിട്ട് 1/2 ഇഞ്ചിൽ നമ്മൾ സൈഡ് മടക്കി അടിച്ചു. ഇവിടെ ഒരു 2 ഇഞ്ചിൽ താഴത്തേക്ക് ജോയിൻ ചെയ്യുക, 1/2 ഇഞ്ചിൽ ഇത് മടക്കി അടിക്കുക. ഇനി നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ, ഇത് സിബ് ഉണ്ടെന്ന് പോലും അറിയില്ല, അതേപോലെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ 1/2 ഇഞ്ചിൽ നമുക്ക് ഈ കൈ കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിപ്പോൾ ഞാൻ തയ്ക്കുന്നത് ഒരു ബ്ലൗസിൻ്റെയാണ്. അടിയിൽ ഒരു 2 ഇഞ്ച് പട്ട വരാനുണ്ട്. അപ്പോൾ ഈ ഒരു 1/2 ഇഞ്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണമല്ലോ. അപ്പോൾ ഇവിടം വരെ നമ്മുടെ സിബ് വന്ന് നിൽക്കേണ്ടതുള്ളൂ. അത് 2 സൈഡും കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇവിടെയാണ് സിബ് വന്ന് നിൽക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇവിടെ നിന്നാണ് നമുക്ക് സിബ് അടിച്ച് തുടങ്ങേണ്ടത്. അപ്പോൾ ഈ 2 സൈഡും നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലാണ് നമ്മൾ ഈ സിബ് അടിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. അതിന് ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രസർ ഫുട്ട് കിട്ടും. ഇത് വെച്ച് അടിക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് അടിക്കാനായിട്ട് പറ്റും. ഇതിന് 2 സൈഡും ഉണ്ട്. ഇത് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഏത് സൈഡാണോ അടിക്കുന്നത് അതിട്ടിട്ട് നമ്മൾ അടിച്ചു തുടങ്ങുക.
ഇനി ഇത്രയും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1/2 ഇഞ്ചിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് വെച്ചടിക്കാം. ഇതാ ഇവിടെ നിന്നാണ് നമ്മുടെ സിബ് വരേണ്ടത്. അതായത് ഇത്രയും ഭാഗം അതിലേക്ക് മടങ്ങിപ്പോകും. അപ്പോൾ നമുക്ക് സിബ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു മെഴുക് പോലെ ഒരു ഇത് ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ സിബ് ഇതായി പോകാതിരിക്കാനായിട്ട്. അവിടെ ഈ ഭാഗത്ത് ആ 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത് വെച്ചിട്ട് ഇതാ ഇങ്ങനെ വെച്ചിട്ട് മുകളിലേക്ക് അടിച്ചെടുക്കുക. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അടിച്ചെടുക്കുക. വളഞ്ഞും തിരിഞ്ഞും പോകരുത്. അതിനാണ് എക്സ്പീരിയൻസ് ഇല്ലാത്തവരിത് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ആ മാർക്കിങ് ചെയ്തതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ അടിച്ചെടുക്കുക. ഒരേ വീതിയിൽ തന്നെ വേണം അടിച്ചെടുത്ത് വരാനായിട്ട്. ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഭാഗം. ഇതിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ ഒരു 1/2 ഇഞ്ചും കൂടെ മുകളിലേക്ക് വേണം സ്റ്റിച്ച് ചെയ്ത് ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് നമുക്ക് നിർത്താനായിട്ട്. അപ്പോൾ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഒരു വശം നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത വശം നമ്മൾ ഇതാ ഈ സിബ് കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് വേണം അടിച്ചു തുടങ്ങാനായിട്ട്. ഇതാ ഈ 1/2 ഇഞ്ച് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ നിന്ന് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. അതോടൊപ്പം ഈ സിബ് ഇരിക്കുന്നത് കറക്റ്റായിട്ടല്ലേന്നും നമ്മൾ നോക്കുക. എന്നിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം ഇവിടെ അതേപോലെ തന്നെ 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തോടത്ത് നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണ്. ഫുഡ് പ്രഷർ മാറ്റിയിടുക. ഇനി ഇതാ ഈ സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാ ഇതുപോലെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. ഇത് എത്ര വലിച്ചാലും നമ്മുടെ ആ സിബ് ഇരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റി. ഇനി ഇതിൻ്റെ മോൾ ഭാഗത്ത് ബാലൻസ് ഉള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്യാണ്. കുറച്ച് കയറ്റിയിട്ട് ഒന്ന് കട്ട് ചെയ്യാം. ഇതാ ഇതിൻ്റെ ഉൾഭാഗത്ത് ഈ 2 പീസ് ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, അത് നമുക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം. ഇതാ ഇപ്പോൾ നമ്മൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ ഫ്രണ്ട് പീസും ബാക്ക് പീസും തമ്മിൽ ഷോൾഡർ ജോയിൻ ചെയ്യാം. ഇതാ ഇതിങ്ങനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്രയും ഈ ആം ഹോളിൻ്റെ അത്രയും ഭാഗം ബാക്ക് സൈഡ് അടിക്കരുതെന്ന് പറഞ്ഞത്. ഇങ്ങനെ വെച്ചിട്ട് ഇത് നമുക്കിങ്ങനെ കൊടുത്ത് അടിച്ചെടുക്കാം. അപ്പോൾ ആ സ്റ്റിച്ചിങ് ഒക്കെ ഉള്ളിലേക്ക് പോയിക്കോളും. അപ്പോൾ നമുക്കിങ്ങനെ വെച്ച് ഇത് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കുക. 2 സൈഡും സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാം. പഫ് സ്ലീവാണ് ഞാൻ ഇതിനകത്ത് വെക്കുന്നത്. നമുക്ക് പഫ് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരികയാണ്. ഇത് പഫ് ആയതുകൊണ്ട് തന്നെ നമ്മളിതാ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക. ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പഫും കൂടെ ഇവിടെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതപ്പോൾ ഇവിടെ കുറച്ച് ബാലൻസ് ഉണ്ട്. അപ്പോൾ ഞാനത് ഒരു സ്റ്റിച്ചിങ് കൂടെ ഇവിടെ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് കറക്റ്റ് മെഷർമെൻറ്റിൽ വന്ന് നിന്നോളൂ. അപ്പോൾ നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിങ്ങനെ അടിച്ചെടുക്കാം. നമ്മുടെ സ്ലീവിൻ്റെ റൗണ്ട് എന്ന് പറയുന്നത് 7 ഇഞ്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഹാഫ് ഒരു 3.5, ഒരു പൊടിക്കൊരു ലൂസ് കിടന്നോട്ടെ ഒരു പോയിൻ്റ് ഇങ്ങോട്ട് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കൈ ഇടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആ പോയിന്റിൽ നിന്ന് ഇതാ ഇവിടുത്തെ ഈ ആം ഹോളിൻ്റെ ഈ മാർക്കിലേക്ക് നമുക്കിങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇതാ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഈ താഴത്തെ പീസും ഒരുമിച്ചല്ലേ ഇരിക്കണേന്നുള്ളത് നമ്മൾ നോക്കണം. 2 സൈഡിലും നമ്മൾ
ഈ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ കറക്റ്റ് അളവിന് വേണ്ടിയിട്ട്. അതാ ഇവിടുത്തെ ഈ കറക്റ്റ് അളവിലേക്കാണ് അത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്ക് സൈഡും നമുക്ക് നോക്കാം. ബാക്ക് സൈഡിലും ആ നോച്ചിട്ട ഭാഗത്ത് തന്നെയാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ അളവൊക്കെ കറക്റ്റാണ്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. 2 സ്റ്റിച്ചിങ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇവിടേക്ക് എത്തുമ്പോൾ സ്റ്റിച്ചിങ് ചെറുതായി തന്നെ കൊടുക്കണം. ഇനി നമുക്കിത് ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു 2 ഇഞ്ചിൻ്റെ പട്ട നമ്മൾ 2.5 ഇഞ്ചിൽ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് ഇതാ നമ്മൾ ഇവിടുന്ന് മടക്കി അടിക്കാൻ പോവാണ്. ഈ ഭാഗം ഇങ്ങോട്ട് വെച്ചിട്ട് നല്ല വശത്തൂടെ അടിച്ച് ഉള്ളിലേക്ക് മറച്ചെടുക്കാൻ പോവാണ്. ഇതാ നമുക്ക് അടിച്ചെടുക്കാം. ഈ സൈഡ് എത്തുമ്പോൾ ഇതിങ്ങനെ കയറി നിൽക്കുന്നുണ്ടാവും. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ചുറ്റും അടിച്ചെടുക്കുക. നമ്മളിത് ചുറ്റും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ചെടുക്കുക. എന്നിട്ട് ഈ ഭാഗം കുറച്ച് ഇങ്ങനെ വെച്ചിട്ട് വേണം മറിച്ചെടുക്കാനായിട്ട്. ഇവിടെ സിബ് നിൽക്കുന്നുണ്ട്. അപ്പോൾ പുറത്തേക്ക് ഇങ്ങോട്ട് ചേർത്ത് നിർത്തരുത്. കുറച്ചിങ്ങനെ ഒന്ന് കോണായിട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്കിത് ചുറ്റും ഒന്നുകൂടെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ക്രോപ്പ് ടോപ്പ് ടൈപ്പ് പട്ടുപാവാടയുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതാ പഫ് സ്ലീവ് കറക്റ്റായിട്ടൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്ക് സിബാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ബ്ലൗസ് ഫിനിഷ് ആയിട്ടുണ്ട്.